ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്തോ കഷായ ആശുപത്രി പോവാണ്, ആയുർവേദ ആശുപത്രി. അപ്പോൾ അവിടെ നിന്നാണ് ലേഹ്യമൊക്കെ വാങ്ങുന്നത്. അപ്പം ഇന്ന് അവിടെ ചെന്ന വീഡിയോ ആണ്. ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗായ്സ്, ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ ഭയങ്കര മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. ഇപ്പം നല്ല മഴയാണ്. ഇത് ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. ഇത് ഒരു 3 മണി 3:15 4 ആ സമയം. അത് കഴിഞ്ഞ് ഞങ്ങൾ മഴയെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് മഴയത്ത് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ ക്ലാസ്സിനൊക്കെ പോകുന്നത് കൊണ്ട് മഴ നനഞ്ഞാൽ പനിയാവുമല്ലോ, പിന്നെ ക്ലാസ്സിന് പോകാൻ മടിയുമാണ്. പിന്നെ ഇങ്ങനെ മഴയാണ് ഗൈസ്, ഭയങ്കര മഴ. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റേഷൻ കട ഇറക്കോട്ട് വരാം. ടാറ്റാ. ഹലോ ഗൈസ്, ഭയങ്കര മഴയാണ് ഗൈസ്, കാണിക്കാമേ. അങ്ങനെ മഴ നനഞ്ഞിങ്ങനെ നടക്കാതെ ഗൈസ്, നമ്മൾ ഭക്ഷണം വഴിയാണ്. മഴയാണ് ഗൈസ്, മഴ. ഇതാണ് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള വയൽ. എന്തോ നമ്മുടെ റേഷൻ കട എത്താറായിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മളുടെ റേഷൻ കടയിലോട്ടുള്ള വഴി ഗൈസ്. ഇതോ അവിടെ ഒരു പെൺകുട്ടി വണ്ടിയിൽ ഇരിക്കുന്നു. വന്നതിലും കാരണം ഭയങ്കര മഴയാണ് ഗൈസ്, ഭയങ്കര മഴ. അയ്യോ, തുണി ഫുള്ള് നനഞ്ഞു ഗൈസ്. എന്ത് ചെയ്യാനാ. ഇനി ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞ് വീഡിയോ എടുക്കണമെന്നുണ്ട്. ഭയങ്കര മഴ, ഫോണിലൊക്കെ വെള്ളം കയറി. പിന്നെ ഇടയ്ക്ക് ഒരു കാറ് വന്നായിരുന്നു. പിന്നെ എന്താ, ഇത് നമ്മൾ ഏറ്റവും ഇറങ്ങുന്ന വഴിയാണേ. റോഡെല്ലാം പോയി കിടക്കുവാണ്. എന്നാലും നമ്മളിങ്ങനെ വന്നു. അപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം ഗൈസ്. ഇത് നമ്മൾ അന്ന് നേരത്തെ കണ്ട വീഡിയോയിലെ വയലാണ്. ഭയങ്കര എന്തോ അവർ നേരത്തെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കൃഷിയൊന്നുമില്ല. നേരത്തെ നെല്ലൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ കുടുംബശ്രീയുടെ ഇത് ഗൈസ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായി ഗൈസ്. നമ്മളപ്പോൾ തോടൊക്കെ കാണിച്ചത് ഞങ്ങളുടെ 13-ാം വാർഡിൻ്റെ തോട്. ഇതാണ് ഗൈസ് നമ്മുടെ 13-ാം വാർഡിൻ്റെ തോട്. നേരത്തെ ഇവിടെ ഭയങ്കര വേസ്റ്റാണ്. അത് തൊഴിലുറപ്പുകാർ വൃത്തിയാക്കിയായിരുന്നു. എങ്കിലും ആൾക്കാർ അവിടെ വേസ്റ്റൊക്കെ കൊണ്ടിടാറുണ്ട്. ഇത് കാണുന്ന ആൾക്കാർ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ അത് ഇടാതിരിക്കണം ഗൈസ്, വൃത്തികേടല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി ഗൈസ്. കണ്ടോ, ഇവൻ നമ്മുടെ അപ്പക്കുട്ടൻ. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്ന മരുന്ന്. ഇത് നല്ലതാണ്, പെട്ടെന്ന് വണ്ണമൊക്കെ വയ്ക്കും, നല്ല ആരോഗ്യം കിട്ടും. ഹലോ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. മഴയൊക്കെ ആയിരുന്നു, ഭയങ്കര നനഞ്ഞ് ഒരു കോലമായി. പിന്നെ ഈ കാണിച്ച മരുന്നുകൾ നല്ലതാണ്. ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്ന കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ എന്തുവാ പുറത്ത് പ്രൈവറ്റായിട്ട് മരുന്ന് വാങ്ങി കഴിക്കുമ്പോഴേ അതിനുള്ളൊരു വിലയുള്ളൂ. പക്ഷേ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ അതിനൊരു വിലയില്ല. ഇതാണെങ്കിൽ 10 രൂപയേ ഉള്ളൂ OP ടിക്കറ്റിന് മാത്രം. മരുന്നെല്ലാം ഫ്രീ ആണ്, ആയുർവേദ മരുന്നാണ്. പിന്നെ ഈ മുഖത്തുള്ള കുരുവില്ലേ, അതിനൊരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ട്. അത് വാങ്ങിയില്ല, കടയിലില്ലായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് കിട്ടും. അപ്പം ലേഹ്യമൊക്കെ നല്ലതാണ്. ശവനപ്രകാശം ഒരുപാട് ആദ്യമൊന്നും നല്ല പവർ കിട്ടിയില്ലെങ്കിലും അത് പോകെ പോകെ നല്ല എനർജി കിട്ടുന്ന ഒരു മരുന്നാണ് ശവനപ്രകാശം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ വണ്ണം വയ്ക്കാനൊക്കെ നല്ലൊരു മരുന്നാണ് ശവനപ്രകാശം എന്ന് പറയുന്നത്. ഇപ്പം വേറൊരു ലേഹ്യമാണ് കിട്ടിയത്, അത് കഴിച്ചിട്ടില്ല. നാളെ മുതൽ കഴിക്കണം. കഴിച്ചിട്ട് വണ്ണമൊക്കെ വയ്ക്കുമ്പം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ടാറ്റാ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ചേർക്കണം, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ടാറ്റാ.